ഇന്ന് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസുമാണ് പറയുന്നത്. ഈ ബിസിനസ് നേരിടുന്ന വെല്ലുവിളികളും അതുപോലെ ഈ ബിസിനസ്സിൻ്റെ ഗുണങ്ങളും. അപ്പോൾ ഈ ബിസിനസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ബിസിനസ്സിലെ വിവിധ സേവനങ്ങൾ പരിചയപ്പെട്ടു, വിവിധ ടെക്നോളജികൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഇ കൊമേഴ്സ്, നെറ്റ് ബാങ്കിങ്, ഇ ബാങ്കിങ്, അതുപോലെ ഉള്ള സർവീസുകൾ. ഇനി എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ്, ഈ വ്യാപാരത്തിൻ്റെ, ഇലക്ട്രോണിക് വ്യാപാരത്തിൻ്റെ മെച്ചങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ, അതിൽ ഈ ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട സേവനമാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു. ഇ കൊമേഴ്സ് എന്നാൽ ഒരു ഡിജിറ്റൽ പശ്ചാത്തലത്തിൽ, ഒരു ഓൺലൈൻ പശ്ചാത്തലത്തിൽ ബിസിനസ് ഇടപാടുകൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി, അതായത് ഡിജിറ്റൽ ക്യാഷ് നടത്തുന്ന പണമിടപാടുകൾ ക്യാഷ്ലെസ്സായി നടത്തുന്നതിനെയാണ്, ബയറിനും സെല്ലറിനും ഇടയിൽ പണമിടപാടുകൾ നടത്തുന്നതിനെയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. So it is doing business transactions in an online environment or over the internet by the digital exchange of money. അപ്പോൾ പണത്തിൻ്റെ കറൻസി രഹിത ഇടപാടിലൂടെ, കറൻസി രഹിതമായിട്ട് ഒരു ഓൺലൈൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഒരു ഉൽപ്പന്നം അത് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങുന്നയാളും അത് വിൽക്കുന്നയാളും തമ്മിൽ നടക്കുന്ന കറൻസി രഹിത പണമിടപാടിനെയാണ് ഡിജിറ്റൽ മണി ട്രാൻസ്ഫർ, അതിനെയാണ് നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ, ഇ കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന്, ഈ ബിസിനസ്സിൽ ഈ ബിസിനസ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ വ്യാപാരത്തിൽ പ്രവർത്തന ചെലവ് വളരെ കുറവാണ്. ഒരു വ്യാപാരം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള മുതൽ മുടക്ക് വളരെ കുറവാണ്. അത് മുതൽ മുടക്ക് മാത്രമല്ല, അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചെലവും സാധാരണ വ്യാപാരത്തെ അപേക്ഷിച്ച്, പാരമ്പര്യമായിട്ടുള്ള വാണിജ്യം അല്ലെങ്കിൽ വ്യവസായത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സോ കമ്പയർഡ് ടു കൺവെൻഷണൽ ബിസിനസ്, ദി ഓപ്പറേഷണൽ കോസ്റ്റ് ഫോർ ഈ ബിസിനസ് ഈസ് വെരി ലെസ്. ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും അത് തുടങ്ങുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള മുതൽ മുടക്ക് സാധാരണ വ്യാപാരത്തിനാവശ്യമായ മുതൽ മുടക്കിനേക്കാൾ കുറവാണ്. പ്രവർത്തന ചെലവ് വളരെ കുറവാണെന്ന് അർത്ഥം. പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന് പല രീതികളും ഈ ബിസിനസ്സിൽ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക്, സാധാരണ രീതിയിൽ പരമ്പരാഗത രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കച്ചവടം നടത്തുന്നതിന് വേണ്ടി ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആവശ്യമാണ്. ഇഫ് യു ഹാവ് എ ഫിസിക്കൽ സ്റ്റോർ, ഇവിടെയാണ് ആൻ ഇ കൊമേഴ്സ് മെർച്ചന്റ് ഡസ് നോട്ട് നീഡ് എ പ്രോമിനന്റ് ഫിസിക്കൽ ലൊക്കേഷൻ ടു ഡു ബിസിനസ്, ദസ് ഇറ്റ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഒരു ഇ കൊമേഴ്സ് മെർച്ചൻറ്റിന്, ഈ ബിസിനസ് മെർച്ചൻ്റ് അല്ലെങ്കിൽ ഈ വ്യാപാരിക്ക്, ഇലക്ട്രോണിക് കൊമേഴ്സ് വഴി വ്യാപാരം നടത്തുന്ന ഒരു ഈ വ്യാപാരിക്ക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി, ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു റൂമോ ഒരു ബിൽഡിംഗോ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഫിസിക്കൽ ലൊക്കേഷൻ ടു ഡു ബിസിനസ്. സോ ഇ കൊമേഴ്സ് ഓർ ഈ ബിസിനസ് ഡസ് നോട്ട് റിക്വയർ എ ഫിസിക്കൽ ലൊക്കേഷൻ ടു ഡു ബിസിനസ്. ഈ ബിസിനസ്സിൽ ബിസിനസ് ചെയ്യുന്നതിന്, കച്ചവടം നടത്തുന്നതിനും പണമിടപാടുകൾ, ബിസിനസ് സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനും പണമിടപാട് നടത്തുന്നതിനും ഒരിക്കലും പരമ്പരാഗത വ്യവസായത്തിലെ അല്ലെങ്കിൽ പരമ്പരാഗത കച്ചവടത്തിലെ പോലെ ഒരു സ്ഥലം ആവശ്യമില്ല, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആവശ്യമില്ല. അപ്പോൾ ആ ഫിസിക്കൽ ലൊക്കേഷന് വേണ്ടി വരുന്ന മുതൽ മുടക്ക് ലാഭിക്കാൻ കഴിയും ഒരു ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരിക്ക്. അത് ലാഭിക്കാൻ കഴിയും. പ്രവർത്തന ചെലവ് കുറയ്ക്കാനും അത്തരം ലാഭം വേണമെങ്കിൽ, അതിൽ നിന്നുണ്ടാകുന്ന ലാഭം വേണമെങ്കിൽ ഡിസ്കൗണ്ട് രൂപത്തിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനും സാധിക്കും. അതാണ് ഈ ബിസിനസ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ബിസിനസ്സിൽ മുതൽ മുടക്ക് വളരെ കുറവാണ്. പരമ്പരാഗത വ്യവസായത്തെ അപേക്ഷിച്ച് ഈ ബിസിനസ്സിൽ മുതൽ മുടക്ക്, ബിസിനസ്സിന് വേണ്ടി വരുന്ന ചെലവ്, അതിന്
ബിസിനസ് നടത്തണമെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ഓർ ട്രഡീഷണൽ കൊമേഴ്സ് ടു ഡു എ ബിസിനസ് യു നീഡ് എ ഫിസിക്കൽ ലൊക്കേഷൻ. സാധാരണ പരമ്പരാഗത രീതിയിലുള്ള കച്ചവടത്തിൽ ഒരു കച്ചവടം നടത്തണമെങ്കിൽ ഒരു പീടിക മുറി വേണം. അപ്പോൾ ആ മുറി എന്തെങ്കിലും വാടകയ്ക്ക് എടുക്കണം, അപ്പം മാസം വാടക കൊടുക്കണം, നടത്തിക്കൊണ്ടുവരും. മാത്രമല്ല ആ മുറി വാടകയ്ക്ക് അല്ലെങ്കിൽ ആ മുറി നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങിൽ, നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള ചിലവ് വരും. അതിൻ്റെ സ്ഥലം വാങ്ങിക്കാനുള്ള ചിലവ്, സ്ഥലം വാങ്ങിക്കാനും അവിടെ പിന്നെ കടമുറികൾ നിർമ്മിക്കാനുമുള്ള ചിലവ് വരും. അതാണ് ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ബിസിനസ്സിൽ ഇത്തരം ചിലവുകളൊന്നും വരുന്നില്ല. കാരണം ഈ ബിസിനസ്സിൽ കച്ചവടം നടത്താൻ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിനൊരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഏത് സമയത്തും ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ കൊമേഴ്സ് വഴി സേവനങ്ങൾ ഉപയോഗിക്കാനും നൽകാനും സാധിക്കും. അപ്പോൾ അതുവഴി ധാരാളം മുതൽ മുടക്ക്, വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ വാണിജ്യങ്ങൾക്ക് ആവശ്യമായ മുതൽ മുടക്ക് ഈ കൊമേഴ്സിൽ ലാഭിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ലാഭിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഈ ബിസിനസ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഒരു ഇ കൊമേഴ്സ് വ്യാപാരി ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അയാളുടെ സേവനം. ഇറ്റ് ഓവർകംസ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഈ ബിസിനസ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളെ മറികടക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ലോകം മുഴുവൻ നിങ്ങളുടെ വ്യാപാരം, സേവനം നൽകാൻ സാധിക്കും. ഒരു ഇ കൊമേഴ്സ് വ്യാപാരിക്ക് അയാളുടെ സേവനം ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇറ്റ് ക്യാൻ ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ട്രഡീഷണൽ കൊമേഴ്സ് അല്ലെങ്കിൽ സാധാരണ പരമ്പരാഗത രീതിയിലുള്ള കച്ചവടത്തിൽ കച്ചവടക്കാരൻ്റെ കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ കട നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിധിയിലുള്ള ആളുകളായിരിക്കും അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സോ ഹിസ് സർവീസ് ഈസ് ലിമിറ്റഡ് ടു എ പർട്ടിക്കുലർ ഏരിയ, ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ സാധാരണ ബിസിനസ്സിൽ, ഇൻ കൺവെൻഷണൽ ട്രഡീഷണൽ ബിസിനസ്, the services of the businessman or the service of the merchant, that is sales, is limited to a particular geographical area in which the where the shop or the business is located. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി ഇ കൊമേഴ്സ് വഴി അല്ലെങ്കിൽ ഈ ബിസിനസ് വഴി ബിസിനസ് നടത്തുന്നതിന് ഒരു സ്ഥലം ആവശ്യമില്ല. സാധാരണ ബിസിനസ്സിലെ പോലെ ഒരു മുറിയോ ബിൽഡിങ്ങോ ഒന്നും ആവശ്യമില്ല. ഒരു സ്ഥാപനം തുടങ്ങാൻ, ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കെട്ടിടം ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുവഴി ചിലവ് ലാഭിക്കാം, ആ കെട്ടിടത്തിൻ്റെ ചിലവും മറ്റുമൊക്കെ ലാഭിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അതിൻ്റെ മറുവശമാണ്, സിൻസ് ആൻഡ് ഈ ബിസിനസ് ഡസ് നോട്ട് റിക്വയർ എ ഫിസിക്കൽ ലൊക്കേഷൻ ടു ഡു ബിസിനസ്. ഈ ബിസിനസ് നടത്തുന്നതിന് ഒരു സ്ഥലം, പ്രത്യേകിച്ചൊരു സ്ഥലം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതികൾ മറികടക്കുന്ന ഒന്നാണ്. സാധാരണ ബിസിനസ്, ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് മാത്രമേ ബിസിനസ് സേവനങ്ങൾ ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ ഒരു കട എടുത്തു നോക്കുക, നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു കടയിലേക്ക് മറ്റ് വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരാറില്ല. എല്ലാവരും അവരവരുടെ പ്രദേശത്തുള്ള കടകളിൽ നിന്ന് ആണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് അത്രയും ദൂരം സഞ്ചരിച്ചാൽ മതി. ദൂരവും സമയമാണ് പ്രശ്നം. നമ്മുടെ സമയനഷ്ടവും അതുപോലെ തന്നെ യാത്രാ ചെലവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. സോ ഈ ബിസിനസ് ക്യാൻ ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിന് അതിർത്തികളില്ല. എന്നാൽ സാധാരണ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നൊരു വ്യാപാരിക്ക് അയാളുടെ സേവനങ്ങൾ, അയാളുടെ വ്യാപാരം ഒരു പ്രത്യേക മേഖലയിൽ മാത്രം, അയാളുടെ വ്യാപാര സ്ഥാപനം നിലകൊള്ളുന്ന ഗ്രാമത്തിലോ നഗരത്തിലോ ഉള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രം ഒതുക്കേണ്ടി വരുന്നു. സോ ഹീ ഈസ് ലിമിറ്റഡ് ടു എ പർട്ടിക്കുലർ ഏരിയ, ഓർ ഹിസ് സർവീസസ് ആർ ലിമിറ്റഡ് ടു പർട്ടിക്കുലർ ഏരിയ. സോ ഇൻ ട്രഡീഷണൽ കൊമേഴ്സ്, traditional business, the services of the merchant or the businessman are limited to a particular geographical area within few meters or kilometers, whereas in e-commerce or in e-business, the e-business services are available worldwide through ഇന്റർനെറ്റിലൂടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ലോകമാകെ വ്യാപിച്ച് കിടക്കുന്നൊരു വൻപൻ നെറ്റ്വർക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ നെറ്റ്വർക്ക് സേവനം ഉപയോഗപ്പെടുത്തുന്ന ഏതൊരു ലോകത്തുള്ള ഏതൊരു കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും മറ്റു ഉപകരണങ്ങളിലൊക്കെ ഒരു ഇ കൊമേഴ്സ്
മെർച്ചൻറ്റിന് അയാളുടെ സേവനം നൽകാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബിസിനസ് നടത്താം. അപ്പോൾ ഈ കൊമേഴ്സിൻ്റെ വിപണി എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. എന്നാൽ ട്രഡീഷണൽ കൊമേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ വിപണി, അതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ വിപണി വർദ്ധിക്കും തോറും വിപണി വിപണി വ്യാപൃതമാകും തോറും അല്ലെങ്കിൽ വിപണിയുടെ വ്യാപ്തി കൂടുന്തോറും ബിസിനസ് വർദ്ധിക്കുന്നു, ബിസിനസ്സിന് കൂടുതൽ ലാഭം ഉണ്ടാകുന്നു, സർവീസ് റിക്വസ്റ്റ് കൂടുന്നു. എന്നാൽ ബിസിനസ് ഏരിയ കുറയും തോറും ലാഭം കുറയുന്നു. ബിസിനസ്സിൽ എപ്പോഴും പ്രോഫിറ്റിനാണ് മുൻഗണന. ഇനി അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഈ ബിസിനസ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്, മുതൽ മുടക്കൽ പ്രവർത്തന ചിലവ് കുറവാണ്, സ്ഥലം വേണ്ട എന്നുള്ളതുകൊണ്ട് ഈ ബിസിനസ് ആരംഭിക്കാൻ സ്ഥലം പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ആ സ്ഥലത്തിന് വേണ്ട അവിടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ട മുതൽ മുടക്ക് ആവശ്യമില്ല. ഈ ബിസിനസ് ചെയ്യുന്നതിന് ഒരു സ്ഥലമോ ബിൽഡിങ്ങോ ആവശ്യമില്ല. അത് ഇൻ്റർനെറ്റ് എന്ന വെർച്വൽ നെറ്റ്വർക്ക്, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം വഴി, എന്ന നെറ്റ്വർക്ക് വഴി ഒരു വെർച്വൽ സ്റ്റോറുകളിലൂടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിധികളില്ല. സാധാരണ ബിസിനസ്സിനെ പോലെ പരിമിതികളില്ല. ആ ബിസിനസ് സേവനം നൽകുന്നതിന് ജിയോഗ്രഫിക്കലായിട്ടുള്ള ലിമിറ്റേഷൻസ് ഇല്ല. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ ഇറ്റ് ഓവർകംസ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് മിനിമൈസസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. അപ്പോൾ സാധാരണ ബിസിനസ്സിൽ അല്ലെങ്കിൽ സാധാരണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വ്യാപാരം നടക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് അവിടേക്ക് യാത്ര ചെയ്തെത്തണം. സോ ഇറ്റ് മിനിമൈസസ് ട്രാവൽ കോസ്റ്റ് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന വ്യാപാരിയുടെ സ്റ്റോർ അല്ലെങ്കിൽ ഷോപ്പ് എന്നതൊരു വെർച്വൽ ഷോപ്പാണ്. ഒരു അയഥാർത്ഥമായിട്ടുള്ള ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന ഒരു വെർച്വൽ സ്റ്റോറാണ്. അപ്പം ഈ ബിസിനസ്സിൽ വെർച്വൽ സ്റ്റോറുകളിലൂടെയാണ് കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നത്, ബിസിനസ് ഇടപാടുകൾ നടക്കുന്നത്. സോ ഇൻ ഈ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് between buyer and seller takes place in a virtual environment. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഏതൊരു കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ഈ ബിസിനസ്സിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വ്യാപാരികൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സംവിധാനമുള്ള ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക്, ആ സേവനം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് യാത്രാ ചെലവും സമയവും ലാഭിക്കുന്നു. സോ ഇറ്റ് ഡസ് നോട്ട് നീഡ്, അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, അതായത് e-commerce or e-business application services it doesn't need or it avoids the customer to travel, and thus it saves his traveling time and cost. അപ്പോൾ ഈ ബിസിനസ് സേവനങ്ങളെല്ലാം തന്നെ ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാണ്. നമ്മുടെ വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ലാപ്ടോപ്പുകളിലൊക്കെ ലഭ്യമാണെന്നുള്ളതുകൊണ്ട് ഈ ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഈ വ്യാപാരികളോ ഈ മർച്ചൻസോ വ്യാപാരികളോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ വാങ്ങിക്കുന്ന ആളുകളോ ആ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇറ്റ്സ് അവൈലബിൾ at your fingertip, so you do not need to travel, and thus you can save your traveling time and money. അങ്ങനെ നിങ്ങൾക്ക് യാത്രാ സമയം ലാഭിക്കാനും യാത്രാ ചെലവ് ഇല്ലാതാക്കാനും ഈ ബിസിനസ് വഴിയുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഈ ബിസിനസ്സിൽ യാത്ര ചെയ്യേണ്ടതില്ല. കസ്റ്റമർ does not require to travel to buy a product. Similarly, a merchant does not need to travel to his shop. അപ്പോൾ വ്യാപാരിക്ക് വ്യാപാരം നടത്തണമെങ്കിൽ, കച്ചവട സ്ഥാപനം തുറക്കണമെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് യാത്ര ചെയ്യണം, സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾക്കും യാത്രാ ചെലവും യാത്രയ്ക്കുള്ള പണവും അതുപോലെ തന്നെ പെട്രോൾ അടിക്കാനൊക്കെയുള്ള പണം
സ്വന്തം വാഹനമാണെങ്കിൽ ബസ്സിനാണെങ്കിൽ അതിനുള്ള ചിലവ്, അതുപോലെ തന്നെ ആ യാത്രാ സമയം, അയാളുടെ വിലപ്പെട്ട സമയവും നഷ്ടപ്പെടുന്നു, ബിസിനസ് ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സാധാരണ വ്യാപാരത്തിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ കൊമേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ സർവീസുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ ഷോപ്പിലേക്ക് ചെല്ലണം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനയാൾക്ക് സമയവും പണവും നഷ്ടപ്പെടുന്നുണ്ട് യാത്ര ചെയ്യുന്നതിന്. അതെല്ലാം ലാഭിക്കാൻ നമുക്ക് ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ സാധിക്കും. സോ ഇറ്റ് റെഡ്യൂസസ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ്, പ്രവർത്തന ചെലവ് കുറവാണ്. ഈ ബിസിനസ് ക്യാൻ ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഈ ബിസിനസ്സിന് ഭൗമ പരിധികൾ അതിജീവിക്കാൻ സാധിക്കും, ലംഘിക്കാൻ സാധിക്കും. എഗെയിൻ ഇറ്റ് മിനിമൈസസ് ട്രാവലിംഗ് ടൈം ആൻഡ് കോസ്റ്റ്. യാത്രാ ചെലവും സമയവും ലാഭിക്കാൻ ഈ ബിസിനസ്സിൽ കസ്റ്റമറിനും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നോക്കാം ഈ ബിസിനസ്സിൻ്റെ. ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദ ടൈം. സാധാരണ വ്യാപാരം നടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലാണ്, ഒരു സ്ഥലത്ത് വെച്ചാണ്, ഷോപ്പുകളിലൂടെയാണ് വ്യാപാരം നടക്കുന്നത് അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നത്. അപ്പോൾ ആ സേവനം അല്ലെങ്കിൽ ആ വ്യാപാരത്തിൽ ഏർപ്പെടാൻ വ്യാപാരിക്ക് കട എല്ലായ്പ്പോഴും തുറന്നു വയ്ക്കാൻ കഴിയില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കച്ചവട സ്ഥാപനങ്ങൾ രാവിലെ ഒരു 8 മണി 9 മണിക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് 8 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണി 8 മണിയോടുകൂടി അടയ്ക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ ആ സമയം കൂടെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. 7 മണി വരെ മാത്രമേ കടകൾ പല സ്ഥലത്തും തുറക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കച്ചവടക്കാർ കട പൂട്ടി പോകണം. അപ്പോൾ അത് അയാളുടെ കച്ചവടത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ട്രഡീഷണൽ കൊമേഴ്സിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ സാധാരണ ബിസിനസ്സിൽ ഈ ബിസിനസ് ആപ്ലിക്കേഷൻ സർവീസസ് ആർ ഓൾവേസ് ഓപ്പൺ 24/7. From the merchant's point of view, it increases the number of service requests as they receive, and from the customer's point of view, an always open store is more convenient. എല്ലാ ഈ ബിസിനസ് സേവനങ്ങളും ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും എന്ന തോതിൽ ലഭ്യമാണ്. എന്നാൽ നമുക്കറിയാം സാധാരണ ബിസിനസ് അല്ലെങ്കിൽ സാധാരണ കടകൾ ഞായറാഴ്ച ദിവസം ഒഴിവായിരിക്കും, അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇല്ല. പിന്നെ ഉള്ള ദിവസം തന്നെ ലോക്ക്ഡൗൺ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ ആണെങ്കിൽ ഓരോ പ്രദേശത്തും ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം 7 മണി വരെ. അതിന് മുൻപ് എങ്ങനെയായിരുന്നു? 8 മണി വരെ, രാവിലെ 8 മണിക്ക് തുറന്നാൽ രാത്രി 8 മണി വരെ കടയിൽ കച്ചവടം നടക്കുകയുള്ളൂ, ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവരടച്ച് കടക്കാരന് പോയി വീട്ടിൽ പോകണം, വിശ്രമിക്കണം. അപ്പോൾ രാത്രി കട അടച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെയുള്ള സമയം അല്ലെങ്കിൽ കട തുറക്കുന്നവരെയുള്ള സമയം ഒരു കസ്റ്റമർക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ല, കാരണം കട അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ട്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള വെർച്വൽ സ്റ്റോറുകളിലൂടെയാണ് ഈ ബിസിനസ്സിൽ എല്ലാ ബിസിനസ് ആപ്ലിക്കേഷൻ സർവീസുകളും ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ബിസിനസ് ആപ്ലിക്കേഷൻ സർവീസുകൾ, ഈ ബിസിനസ് സേവനങ്ങളെല്ലാം തന്നെ 24/7 ഓപ്പൺ സർവീസുകളാണ്. എല്ലായ്പ്പോഴും തുറന്നു കിടക്കുന്ന സേവനങ്ങളാണ്, ലഭ്യമായിട്ടുള്ള സേവനങ്ങളാണ്. അപ്പോൾ ഈ ബിസിനസ് സേവനങ്ങൾ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഏർപ്പെടാൻ വ്യാപാരിക്കും ഉപഭോക്താവിനും അല്ലെങ്കിൽ കസ്റ്റമർക്കും ഏത് സമയത്തും സാധിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇ കൊമേഴ്സ് ഓപ്പണാണ്, ഇ കൊമേഴ്സ് സൈറ്റുകൾ ഓപ്പണാണ്. നിങ്ങൾക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് പോർട്ടലുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഏത് സമയത്തും ലഭ്യം. എന്നാൽ ഒരു സാധാരണ കട അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരു കച്ചവട സ്ഥാപനം, അവിടെ ബിസിനസ് നടക്കുന്നത് ആ കട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമാണ്. കട അടഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ പോലും കട തുറക്കുന്നതിന് ബുദ്ധിമുട്ടാണ്, കട തുറക്കാൻ സാധിക്കില്ല. കാരണം ബിസിനസ് കടയുടെ ഉടമസ്ഥൻ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്തൊക്കെ വരണം, രാത്രിയിൽ അത് പ്രയാസമാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യമില്ല. അപ്പോൾ ഇൻ ട്രഡീഷണൽ ബിസിനസ് ദ ഷോപ്പ് or the business time is limited, whereas in e-business or e-commerce, the business services or application services are open always, that is 24 hours every day of the week. ഇങ്ങനെ എല്ലാ സമയവും തുറന്നിരിക്കുന്ന ഈ ബിസിനസ് സേവനങ്ങൾ നൽകി വരുന്ന ഈ ബിസിനസ് സേവനങ്ങൾ കൊണ്ട് വ്യാപാരിക്കും
മർച്ചൻറ്റിനും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും കസ്റ്റമേഴ്സിനും ഒരുപോലെ ഗുണമുണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്. വ്യാപാരിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഫ്രം ദ മെർച്ചൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് സർവീസ് റിക്വസ്റ്റ് ദേ റിസീവ്. എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനം സർവീസ് റിക്വസ്റ്റുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാരണമാണ്. കൂടുതൽ കസ്റ്റമേഴ്സ് എത്തുന്നു. കുറഞ്ഞ സമയത്ത് എത്തുന്നതിനേക്കാൾ, സാധാരണ ഒരു കടയിലേക്ക് വരുന്നതിനേക്കാൾ ഓർഡറുകൾ, സെയിൽസ് ഓർഡറുകൾ ഇത്തരത്തിലുള്ള 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് സംവിധാനങ്ങളിൽ സാധ്യമാണ്. അപ്പോൾ അത് മർച്ചൻറ്റിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നു, സെയിൽസ് വർദ്ധിപ്പിക്കുന്നു, കച്ചവടം വർദ്ധിപ്പിക്കുന്നു. ആസ് ദ നമ്പർ ഓഫ് സർവീസിംഗ് റിക്വസ്റ്റ് വിൽ ഇൻക്രീസ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദി സെയിൽസ്. സോ ഒരു ഈ ബിസിനസ് സേവനങ്ങളെല്ലാം തന്നെ, ഇ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഈ ബിസിനസ് സേവനങ്ങളും ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂർ എന്ന കണക്കിൽ ലഭ്യമാണ്. ഇത് മർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓൾവേസ് ഓപ്പൺ ഷോപ്പുകൾ. എന്നാൽ മറുവശം നിങ്ങൾ ചിന്തിക്കണം, ട്രഡീഷണൽ ഷോപ്പുകൾ ദേ ആർ നോട്ട് ഓൾവേസ് ഓപ്പൺ. ദേ ആർ ഓപ്പൺ ഡ്യൂറിങ് എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ടു 6 or 5 days ഓൺ എ വീക്ക് എന്നുള്ള രീതിയാണ്. അപ്പോൾ സാധാരണ പരമ്പരാഗതമായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓൺലൈൻ അധിഷ്ഠിതമായിട്ടുള്ള വിർച്വൽ സ്റ്റോറുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ബിസിനസ് ആപ്ലിക്കേഷൻ സർവീസുകൾ, ഈ ബിസിനസ് സേവനങ്ങൾ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സേവനങ്ങളാണ്, ലഭ്യമായിട്ടുള്ള സേവനങ്ങളാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഏത് സമയത്തും ഓർഡർ ഇടാം, സാധനങ്ങൾ വാങ്ങിക്കാം. ഇത് കസ്റ്റമർക്കും സൗകര്യപ്രദമാണ്. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, മർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. സെയിൽസ് വർദ്ധിക്കുന്നതിലൂടെ, ഏത് സമയത്തും സെയിൽസ് നടക്കുന്നതിലൂടെ അത് സെയിൽസ് വർദ്ധിപ്പിക്കുകയും അതുവഴി ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇനി വി ക്യാൻ ലൊക്കേറ്റ് ദ പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഈ ബിസിനസ്സിൻ്റെ, വി ക്യാൻ ലൊക്കേറ്റ് ദ പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ്. ഒരു ഇ കൊമേഴ്സ് ഷോപ്പിംഗ് സൈറ്റിലോ ഈ ബിസിനസ് സേവനങ്ങളിലോ നമുക്ക് വി ക്യാൻ സെലക്ട് അവർ പ്രിഫറൻസ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. നമുക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ തിരഞ്ഞെടുക്കുന്നതിന് ധാരാളം ചോയ്സ് ഒരു വെർച്വൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഈ ബിസിനസ് ഷോപ്പിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഷോപ്പിംഗ് സൈറ്റിലൊക്കെ ഉണ്ടായിരിക്കും. സോ on an e-business website, the consumers can have a wide range of choices of a product from various sellers. ഒരു ഇ ബിസിനസ് വെബ്സൈറ്റിൽ കസ്റ്റമർക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ, അത്തരം ഉൽപ്പന്നങ്ങൾ നൽകുന്ന വിവിധ വൻതോതിലുള്ള ധാരാളം കമ്പനികളിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ചോയ്സ്, ഇത്രയും വലിയൊരു ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ഒരു സാധാരണ കടയിൽ കിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രദേശത്തുള്ള ചെറുകിട കടകളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ എത്ര തന്നെ ആയാലും ഒരു ഉൽപ്പന്നം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയുള്ള ആ അവിടെയുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നം നൽകുന്ന കമ്പനികളുടെ സാധനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുക്കുക, ഉള്ളതിൽ നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ. സോ ദ കസ്റ്റമർ പ്രിഫറൻസ് ഈസ് ലിമിറ്റഡ്. ഒരു കസ്റ്റമറുടെ അയാളുടെ മുൻഗണനയ്ക്ക് അയാളുടെ ചോയ്സ് സെലക്ഷന് സാധ്യത കുറവാണ് ഇവിടെ സാധാരണ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ. whereas in e-business, on an e-business website, the consumer can have a wide range of choices of a product from various sources. ഒരു ഇ കൊമേഴ്സ് സൈറ്റിലോ ഇ ബിസിനസ് വെബ്സൈറ്റിലോ കസ്റ്റമർക്ക്, ഉപഭോക്താവിന് വിവിധ പ്രൊഡക്റ്റുകളുടെ, വിവിധ കമ്പനികളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ, വിവിധ തരത്തിലുള്ള ഡീലേഴ്സിൻ്റെ അല്ലെങ്കിൽ വിവിധ മാനുഫാക്ചറേഴ്സിൻ്റെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള, ഇപ്പോൾ മൊബൈൽ തന്നെ എടുത്തു നോക്കുക. നമ്മുടെ ചെറിയ നാട്ടിലുള്ള ചെറിയ മൊബൈൽ കടകളിൽ നിങ്ങളൊരു കമ്പനിയുടെ മൊബൈൽ ഫോൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഒരു പ്രത്യേക മോഡൽ. പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊന്നും, നിങ്ങളുടെ പ്രദേശത്തുള്ള കടകളിലൊന്നും ആ കമ്പനിയുടെ ആ മോഡൽ ലഭ്യമല്ല എന്ന് വിചാരിക്കുക. എന്നാൽ ഓൺലൈൻ സ്റ്റോറുകളിൽ ഇത് ലഭ്യമാണ്. ഓൺലൈൻ സ്റ്റോറുകളിൽ നമുക്ക് ഒട്ടുമിക്കവാറും എല്ലാ മൊബൈൽ കമ്പനികളുടെയും പഴയതും പുതിയതുമായിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ മോഡലുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
അത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം അത് ഓൺലൈൻ ബിസിനസ്സിൽ സാധാരണ ബിസിനസ്സിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു, കൂടുതൽ സംതൃപ്തി നൽകുന്നു, ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് കൈക്കലാക്കാൻ സാധിക്കുന്നു, ബിസിനസ് വർദ്ധിക്കാനും കാരണമാകും. മെർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. ഇതിന് പുറമേ സം വെബ്സൈറ്റ്സ് റിമെമ്പർ കസ്റ്റമർ പ്രിഫറൻസസ് ആൻഡ് ഷോപ്പിംഗ് ലിസ്റ്റ് ടു ഫെസിലിറ്റേറ്റ് റിപ്പീറ്റ് പർച്ചേസ്. ഒട്ടുമിക്കവാറും ഓൺലൈൻ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ആ സൈറ്റുകൾ തന്നെ കസ്റ്റമറുടെ മുൻ സെയിൽസ് ഹിസ്റ്ററി, അയാളുടെ മുൻപത്തെ സാധനങ്ങൾ വാങ്ങിയ ലിസ്റ്റ്, അതിൻ്റെ ഒരു ചരിത്രം, അതുപോലെ തന്നെ അയാളുടെ മുൻഗണന, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാളുടെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന സംവിധാനമുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദി ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഓർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് റിമെമ്പർ ദ ഷോപ്പിംഗ് ഹിസ്റ്ററി ഓഫ് ദി കസ്റ്റമർ ആസ് വെൽ ആസ് ഹിസ് പ്രിഫറൻസസ്. പിന്നെ ഇതിന് പുറമെ മിക്കവാറും ഇ-കൊമേഴ്സ് സൈറ്റുകൾ, ഈ ബിസിനസ് വെബ്സൈറ്റുകൾ കസ്റ്റമർക്ക് ഓരോ ഉൽപ്പന്നങ്ങളെയും അവയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അവയുടെ വില ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നുണ്ട്. ഫിൽറ്ററുകൾ എന്നതിന് പറയും. നിങ്ങൾക്കറിയാം, ഇ-കൊമേഴ്സ് സൈറ്റുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ നമുക്ക് ദേ പ്രൊവൈഡ് ഫീച്ചേഴ്സ് ലൈക്ക് പ്രൊഡക്റ്റ് കമ്പാരിസൺസ് ആൻഡ് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ് കമ്പാരിസൺസ്. അപ്പോൾ ഒരു മൊബൈൽ ഫോണാണെങ്കിൽ ഓരോ മൊബൈൽ ഫോണും നമുക്ക് അതിൻ്റെ ആ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ചിത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വില, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് തന്നെ കസ്റ്റമറിന് നേരിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി, ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഫീച്ചേഴ്സും അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ, അതേ സ്പെസിഫിക്കേഷനുള്ള മറ്റ് കമ്പനികളുടെ അതുപോലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങളും ഇത്തരം ഓൺലൈൻ സൈറ്റുകൾ ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, കസ്റ്റമറെ ബിസിനസ്സിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധാരണ ബിസിനസ്സിൽ അപ്രാപ്യവുമാണ്. ഒരു മൊബൈൽ കടയിൽ ചെന്നാൽ ഓരോ മൊബൈൽ ഫോണും എടുത്ത് അതിൻ്റെ ഫീച്ചർ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞു തരാൻ ഒരാൾ വേണം. ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, എന്നാലും അതേ ഒന്ന് നമുക്ക് അവൈലബിൾ അല്ല, ചോയ്സ് സെലക്ഷൻ ഇല്ല. എത്ര വലിയ കടകളിൽ പോയാലും, ഒരു ട്രഡീഷണൽ ഷോപ്പിൽ പോയാൽ, ഒരു സാധാരണ രീതിയിലുള്ളൊരു കടകളിൽ പോയാൽ, അവിടെ ഓരോ കടകളിലും ഏതാനും ചില കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ലഭ്യമാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചോയ്സ് ലിമിറ്റഡാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാധുത എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പിനുള്ള അവസരം വളരെ പരിമിതമാണ്. മാത്രവുമല്ല, നിങ്ങൾ മുൻപ് വാങ്ങിച്ച സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഷോപ്പിംഗ് സൈറ്റുകളിൽ, ഇ-കൊമേഴ്സിൽ അല്ലെങ്കിൽ ഈ ബിസിനസ് വെബ്സൈറ്റ്സ് ക്യാൻ റിമെമ്പർ യുവർ ഷോപ്പിംഗ് ഹിസ്റ്ററി. കസ്റ്റമറിൻ്റെ പഴയ വാങ്ങൽ ചരിത്രം, അതുപോലെ തന്നെ കച്ചവട ചരിത്രം, അയാൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്, സ്ഥിരമായിട്ട് അയാൾ ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത്, ഏത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് സ്ഥിരം അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഷോപ്പിംഗ് നടത്തുന്ന ഒരു വെബ്സൈറ്റിന് ഓർത്തിരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി റിപ്പീറ്റഡ് പർച്ചേസ് സാധ്യമാക്കാൻ, കസ്റ്റമറെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിൽ സജ്ജമാക്കാൻ ഈ ബിസിനസ്സിൽ സാധിക്കും. ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഈ ബിസിനസ് രംഗം നേരിടുന്ന വെല്ലുവിളികൾ പറയാം. അത് അടുത്ത സെഷനിൽ പറയാം. ഓക്കെ.